കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നിനു പുറകെ ഒന്നൊന്നായി ട്വിസ്റ്റുകൾ നിറഞ്ഞ പുതിയ രാഷ്ട്രീയ നാടകം അത് തന്നെ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പൊട്ടിത്തെറി തന്നെ. ഒരു കാലത്ത് ഇരട്ടച്ചങ്കൻ എന്ന അണികൾ നെഞ്ചേറ്റിയ ക്യാപ്റ്റന്റെ കപ്പൽ അങ്ങനെ ആടി ഉലഞ്ഞു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലം വന്നു, വോട്ട് പെട്ടി പൊട്ടിയപ്പോൾ പാർട്ടിയുടെ അടിത്തറയും കൂടെ ഒലിച്ചു പോയിരിക്കുകയാണ്. പണ്ട് അണികളും നേതാക്കളും തമ്മിലായിരുന്നു തർക്കമെങ്കിൽ ഇപ്പോൾ കളി മാറി. കളി ഉന്നത തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. നേതാക്കൾ തമ്മിൽ പരസ്യമായി തെരുവിൽ തല്ലിപ്പിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ AKG സെന്ററിന്റെ പടികളിറങ്ങി പുറത്തേക്ക് വരുന്നത്. തോൽവിക്ക് കാരണം ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരമാണെന്ന് താഴെത്തട്ടിൽ നിന്ന് അണികൾ തൊണ്ടുപൊട്ടി വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെയെല്ലാം ഒരു കടലാസിലാക്കി ചവറ്റുകുട്ടയിൽ എറിഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിന്റെ ആ കണ്ണിൽ പൊടിയിടൽ തിരുത്തൽ രേഖ ഒടുവിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വലിയ ആറ്റം ബോംബായി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. തിരഞ്ഞെടുപ്പിൽ നാണം കെട്ട് തോറ്റപ്പോൾ തൊട്ടാണ് ഈ നാടകങ്ങളുടെ തുടക്കം. തോൽവി വിലയിരുത്തൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ജില്ലാ കമ്മിറ്റി വരെ യോഗങ്ങൾ ചേർന്നു. അണികളും സാധാരണ സഖാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഭരണത്തിന്റെ ധിക്കാരവും ജനവിരുദ്ധ നയങ്ങളും അഴിമതിയുമാണ് CPM-നെ ഈ പടുകുഴിയിൽ വീഴ്ത്തിയത്. അടിയന്തരമായി നേതൃമാറ്റം വേണമെന്ന് പാർട്ടിയുടെ നട്ടെല്ലായ അണികളുടെ വികാരം ഉൾക്കൊണ്ട് ഒരു തിരുത്തൽ രേഖ ഉണ്ടാകുമെന്നാണ് CPM കരുതിയത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പേനയും എടുത്തിരുന്ന് എഴുതിയത് മറ്റൊന്നാണ്. മാധ്യമങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും കള്ളപ്രചാരണം കാരണമാണ് CPM തോറ്റതെന്ന പതിവ് പല്ലവി അദ്ദേഹം ആവർത്തിച്ചു. അണികളുടെ വിമർശനങ്ങളെല്ലാം അദ്ദേഹം അപ്പാടെ മുക്കി. നേതാക്കളുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി ഗോവിന്ദൻ മാഷ് തയ്യാറാക്കിയ ആ അവലോകന രേഖ കള്ളങ്ങൾ മാത്രം നിറഞ്ഞതാണെന്ന തിരിച്ചറിവിലാണ് ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് യോഗത്തിൽ പരസ്യമായി പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. സാമ്പത്തിക വിദഗ്ധനായ തോമസ് ഐസക്കിന് സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതുമൊക്കെ രേഖകളിൽ വരണമെന്നുണ്ടായിരുന്നു. വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ ഔദ്യോഗിക രേഖയ്ക്ക് മാറ്റിയാൽ അത് പാർട്ടിയെ പൂർണ്ണമായ നാശത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം സംസ്ഥാന സമിതിയിൽ തുറന്നടിച്ചു. പിണറായി വിജയന്റെയും ഗോവിന്ദന്റെയും നയങ്ങൾ പാർട്ടി തകർക്കുകയാണെന്ന് പറയാൻ മറ്റുള്ളവർക്ക് ഭയമായിരുന്നപ്പോൾ ഐസക് അതങ്ങ് പരസ്യമായി വിളിച്ചു പറഞ്ഞു. ഇതോടെ പാർട്ടിക്കുള്ളിൽ പുതിയ ചേരിതിരിവ് തുടങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയനെ പരസ്യമായി വിമർശിക്കാൻ മടിയുള്ളവരെല്ലാം ഇപ്പോൾ തോമസ് ഐസക്കിന്റെ പുറകിൽ അണിനിരക്കുകയാണ്. ഇതിനിടയിലാണ് തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട നാണക്കേട് പുറത്തു വരുന്നത്. താഴെത്തട്ടിലുള്ള സമിതികൾ തീരുമാനിക്കാത്ത PK ശ്യാമളയുടെ പേര് മാത്രം എങ്ങനെ സംസ്ഥാന സമിതിയിൽ എത്തി എന്ന കണ്ണൂരിലെ നേതാക്കളുടെ ചോദ്യത്തിനു മുന്നിൽ ഗോവിന്ദൻ മാഷ് കൈമലർത്തി. ഒടുവിൽ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ തലയിൽ കുറ്റം ചാരി രക്ഷപ്പെടാനാണ് ഔദ്യോഗിക നേതൃത്വം ശ്രമിച്ചത്. കണ്ണൂർ ലോബി പാർട്ടിയെ പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്ന മറ്റ് ജില്ലകളിലെ നേതാക്കളുടെ പരാതി ഇതോടെ അങ്ങാടിപ്പാട്ടായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ ഈ അസാധാരണ ആഭ്യന്തര കലഹം കാണാൻ ഡൽഹിയിൽ നിന്നും കേന്ദ്ര നിരീക്ഷകരായ ബിജു കൃഷ്ണനും ബാലകൃഷ്ണനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിണറായി വിജയനെ വീണ്ടും പദവികളിൽ പ്രതിഷ്ഠിക്കുന്നതിനെ കേന്ദ്ര നേതൃത്വത്തിൽ ശക്തമായി എതിർത്തവർ തന്നെയാണിവർ. ഗോവിന്ദൻ മാഷിന്റെ ഈ കണ്ണിൽ പൊടിയിടൽ അവലോകനം കേന്ദ്ര സമിതിക്ക് മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. ഭരണത്തലപ്പത്തുണ്ടായ അഴിമതി ആരോപണങ്ങളും നേതാക്കളുടെ ധിക്കാരപരമായ പെരുമാറ്റവുമാണ് അണികളെ പാർട്ടി കളത്തിൽ നിന്നും അകറ്റിയതെന്ന വിമർശനം സംസ്ഥാന സമിതിയിലെ ഭൂരിഭാഗം അംഗങ്ങളും ശരിവെക്കുന്നുണ്ട്. മുൻപ് പാർട്ടിയുടെ ചെങ്കോട്ടകളായിരുന്ന മേഖലകളിൽ പോലും വോട്ടുകൾ വൻതോതിൽ ചോർന്നിട്ടും ഈ കണ്ണൂർ ലോബിയുടെ കണ്ണ് തുറക്കുന്നില്ല എന്നതാണ് കഷ്ടം. സ്വന്തം താല്പര്യങ്ങൾക്കായി കീഴ്ഘടകങ്ങളുടെ തീരുമാനങ്ങൾ അട്ടിമറിക്കുന്നത് തുടർന്നാൽ അണികൾ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ഉയരുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പരസ്പരം പഴിചാരിയും തമ്മിൽ തല്ലിയും CPM ഇപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താതെ തെറ്റുകൾ തിരുത്താതെ മുന്നോട്ട് പോയാൽ ഇനിയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും പാർട്ടിക്ക് ഇതിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുറപ്പാണ്. പണ്ട് അണികളെ അച്ചടക്കം പഠിപ്പിച്ചിരുന്ന നേതാക്കൾ ഇന്ന് പരസ്പരം ചെളിവാരി എറിയുമ്പോൾ സാധാരണ സഖാക്കൾ ചോദിക്കുന്നുണ്ട്, ഇതാണോ സഖാവെ നമ്മൾ സ്വപ്നം കണ്ട പാർട്ടി എന്ന്. ക്യാപ്റ്റന്റെ കപ്പൽ മുങ്ങുമ്പോൾ ലൈഫ് ജാക്കറ്റിനായി നേതാക്കൾ തമ്മിൽ തല്ലുന്ന ഈ കാഴ്ച വരും ദിവസങ്ങളിൽ കൂടുതൽ രസകരമായ ട്വിസ്റ്റുകളിലേക്ക് വഴിമാറുമെന്ന് ഉറപ്പാണ്. ഇനി ഗോവിന്ദൻ മാഷിന്റെ തിരുത്തൽ രേഖ കീറിപ്പറിച്ച് തോമസ് ഐസക് ഹീറോ ആയെങ്കിൽ
കഥ അവിടെ എങ്ങും തീരുന്നില്ല. പാർട്ടി ഇപ്പോൾ ഒരു വഴിത്തിരിവിലാണ്, അല്ലെങ്കിൽ ഒരു വൻ വീഴ്ചയുടെ അരികിലാണ്. തോറ്റമ്പിയിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലാത്ത ക്യാപ്റ്റനെ താങ്ങി ഒടുവിൽ കൈകുഴഞ്ഞ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്നത് പോലെ ഈ കപ്പൽ മുങ്ങാൻ കാരണം മറ്റാരുമല്ല, മുകളിലിരിക്കുന്ന നേതാക്കൾ തന്നെയാണെന്ന് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുകയാണ്. കണ്ണിൽ പൊടിയിടാൻ നോക്കിയ ഗോവിന്ദൻ മാഷിന്റെ കണ്ണിലേക്ക് തന്നെ അണികളും മുതിർന്ന നേതാക്കളും ചേർന്ന് നല്ല എരിവുള്ള മുളകുപൊടി വാരി എറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ AKG സെന്ററിന്റെ അകത്തളങ്ങളിൽ കാണുന്നത്. എന്താണല്ലേ, പണ്ട് അണികളെ തോക്കും ലാത്തിയും കാണിച്ച് അച്ചടക്കം പഠിപ്പിച്ചവർ ഇന്ന് സ്വന്തം കസേര തെറിക്കാതിരിക്കാൻ പരസ്പരം ചെളിവാരി എറിയുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ നാടകത്തിലെ പ്രധാന കഥാപാത്രമായ നമ്മുടെ ക്യാപ്റ്റൻ പിണറായി വിജയനെയാണ്. മുൻപ് പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഒരൊറ്റ നോട്ടം കൊണ്ട്, അല്ലെങ്കിൽ ഒരു മാറി നിൽക്ക് ഡയലോഗ് കൊണ്ട് എല്ലാം ശാന്തമാക്കിയിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ നിശബ്ദനാണ്. ഭരണകാലത്തുണ്ടായ കടുംവിട്ടുകളും വഴിവിട്ട അഴിമതി ആരോപണങ്ങളും നേതാക്കളുടെയും അവരുടെ മക്കളുടെയും ധിക്കാരപരമായ പെരുമാറ്റവുമാണ് ഈ പാർട്ടിയെ ജനങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകറ്റിയതെന്ന് സംസ്ഥാന സമിതിയിലെ പല ആളുകളും അല്ലെങ്കിൽ അംഗങ്ങളും അടിവരയിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ ക്യാപ്റ്റനെ പേടിച്ച് ആരും അത് മുഖത്ത് നോക്കി പറയുന്നില്ലെന്ന് മാത്രം. എന്നാൽ ഭയത്തിന്റെ ആ മതിൽക്കെട്ടുകളാണ് ഇപ്പോൾ തോമസ് ഐസക് തകർത്തെറിഞ്ഞിരിക്കുന്നത്. പിണറായിയെ പരസ്യമായി തൊടാൻ പേടിയുള്ളവരൊക്കെ ഇപ്പോൾ ഐസക്കിന്റെ കോട്ടിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന് കല്ലെറിയുകയായിരിക്കും. സാമ്പത്തിക പ്രതിസന്ധി കാരണം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പെൻഷനും ശമ്പളവും മുടങ്ങിയപ്പോൾ എല്ലാം ശരിയാകും, കേന്ദ്രത്തിന്റെ അവഗണനയാണ് എന്ന് പറഞ്ഞ് എത്ര കാലം ജനങ്ങളെ പറ്റിക്കുമെന്നാണ് തോമസ് ഐസക് ഇപ്പോൾ ചോദിക്കുന്നുണ്ടാവുക. ശരിയാണ്, സാമ്പത്തിക വിദഗ്ധനായ ഐസക്കിന് അറിയാം, ഈ പോക്ക് പോയാൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് അഡ്രസ് പോലും ഉണ്ടാകില്ലെന്ന്. തിരഞ്ഞെടുപ്പ് കാലത്ത് ക്യാപ്റ്റനെ വാനോളം പുകഴ്ത്തി മാസ് BGM ഒക്കെ ഇട്ട് റീൽസ് ചെയ്ത സൈബർ പോരാളികൾ ഇപ്പോൾ എവിടെ പോയി എന്നാണ് ചോദ്യം. ന്യായീകരിച്ച് നട്ടല്ലി വളഞ്ഞ സൈബർ സഖാക്കൾ പോലും ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. താഴെത്തട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കാണാതെ വെറും സോഷ്യൽ മീഡിയ PR വർക്ക് കൊണ്ട് മാത്രം ഭരണം നിലനിർത്താമെന്ന് വിചാരിച്ച ഉന്നത നേതാക്കളുടെ തന്ത്രത്തിനാണ് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകിയത്. സൈബർ ഇടങ്ങളിൽ ഇപ്പോഴും പഴയ അഹങ്കാരം തുടരുന്ന നേതാക്കൾക്ക് നേരെ സ്വന്തം അണികൾ തന്നെ ട്രോളുകളുമായി രംഗത്തിറങ്ങുന്ന അവസ്ഥയായിരിക്കും ഇപ്പോൾ. CPMന്റെ ജീവശ്വാസമായ പാർട്ടി ഗ്രാമങ്ങളിൽ, പ്രത്യേകിച്ച് കണ്ണൂരിലും മലബാറിലും ഉണ്ടായ വോട്ടിന്റെ വൻ ചോർച്ചയാണ് നേതാക്കളുടെ ഉറക്കം കെടുത്തുന്നത്. പണ്ടൊക്കെ പാർട്ടി പറഞ്ഞാൽ കണ്ണും പൂട്ടി വോട്ട് ചെയ്തിരുന്ന കടുത്ത കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾ പോലും ഇത്തവണ പാർട്ടിക്ക് മാറി വോട്ട് ചെയ്തു, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോയില്ല. വിശ്വാസികളായ സാധാരണക്കാരെയും പാർട്ടി കുടുംബങ്ങളെയും നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചില നേതാക്കളുടെ പ്രസ്താവനകളും പെരുമാറ്റവുമാണ് ചെങ്കോട്ടകളിൽ വിള്ളലുണ്ടാക്കിയത്. കോട്ട കാക്കാനിരിക്കുന്നവർ തന്നെ കോട്ടയുടെ അടിത്തറ തോണ്ടിയാൽ പിന്നെ അണികൾ എന്തു ചെയ്യും? തോമസ് ഐസക് പരസ്യമായി രംഗത്തിറങ്ങിയതോടെ പാർട്ടിയിൽ കാലങ്ങളായി ഒതുക്കപ്പെട്ട് കിടന്നിരുന്ന മറ്റ് ചില മുതിർന്ന നേതാക്കളും ഇപ്പോൾ ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും. പാർട്ടിയിൽ ജനാധിപത്യം നഷ്ടപ്പെട്ടെന്നും എല്ലാം ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നുമുള്ള വിമർശനം ഇവർ പണ്ടേ ആഗ്രഹിച്ചതാണ്. എന്നാൽ പാർട്ടിയിലെ യുവ നേതാക്കളാകട്ടെ ആർക്കൊപ്പം നിൽക്കണം എന്നറിയാതെ അന്തം വിട്ട് നിൽക്കുകയായിരിക്കും. ക്യാപ്റ്റനെ പിണക്കിയാൽ കരിയർ തീരും, എന്നാൽ ജനങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ പാർട്ടി തന്നെ തീരുമെന്ന അവസ്ഥയിലാണ് ഇപ്പോൾ CPM. ഇതിലും വലിയ കഷ്ടം എന്താണെന്ന് വെച്ചാൽ, പണ്ട് പാർട്ടി പറഞ്ഞാൽ കണ്ണും പൂട്ടി ചുവപ്പ് ബട്ടൺ അമർത്തിയിരുന്ന മലബാറിലെ ചെങ്കോട്ടകളും പാർട്ടി ഗ്രാമങ്ങളും പോലും ഇപ്പോൾ ഇളകി മറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.